പിന്നെന്താ ഈ ഭക്ത ഈ സ്വാമിയെ വിളിക്കാതിരുന്നത്? സ്വാമിനി നല്ല ഉറക്കായിരുന്നു, ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി. അതുമല്ല, എനിക്കിന്നലെ ഉറങ്ങാനേ പറ്റിയില്ല. എന്ത് പറ്റി? മനസ്സിൽ വല്ല ദുഷിച്ച ചിന്തകളും ഉണ്ടായോ? വല്യമ്മ ഭയങ്കര കൂർക്കം വലിയായിരുന്നു. ഈ ട്രെയിൻ പോകുന്ന ശബ്ദത്തിലാ കൂർക്കം വലി. അല്ല, അത് വലിയ മുനിമാരും സന്യാസിമാരും ഒക്കെ അങ്ങനെ കൂർക്കം വലിക്കും. രാധമ്മേ, വേഗം വെള്ളം ചൂടാക്കൂ, എനിക്ക് സ്നാനം ചെയ്യണം. എന്തോന്ന് സ്നാനം? സംസ്കൃതം അറിയില്ലല്ലേ? കുളിക്കണം അതല്ലേ? അതെ, എന്നിട്ട് വേണം എനിക്ക് പൂജ ചെയ്യാൻ. ഇവിടെ വെള്ളം ചൂടാക്കാനേ അടുപ്പൊഴിവില്ല. വ്രതം എടുക്കുന്നവരൊക്കെ ശുദ്ധിയോടെ കുളിക്കേണ്ടതേ വല്ല അമ്പലക്കുളത്തിലുമാ. അമ്പലക്കുളത്തിൽ പോയി മുങ്ങ്. ചെല്ല്. കാര്യങ്ങൾ വല്ലതും സാർ അറിയുന്നുണ്ടോ? അനന്തപിള്ളയുടെ കാര്യമല്ലേ നിങ്ങൾ പറയുന്നത്? അതെ, അയാള് വല്ലാത്തൊരു ഉപദ്രവമായിട്ട് മാറുക. കോടിക്കണക്കിന് രൂപയായി എറിയുന്നത്. ലക്ഷങ്ങളൊക്കെയാ പല MLA-മാരും അയാളിൽ നിന്ന് വാങ്ങിയത്. ഇമാതിരി കുതിര കച്ചവടം നമ്മുടെ സ്റ്റേറ്റിൽ മാത്രം ഇല്ലായിരുന്നു, ഇപ്പൊ ഇവിടെയായി. നമ്മുടെ ആളുകളെല്ലാം അവൻ വിലക്ക് വാങ്ങിയ കാര്യം ഗുരുതരാവും സാർ. അറിയാഞ്ഞിട്ടല്ല തോമസേ, നമ്മളിപ്പോ എന്താ ചെയ്യാ? എന്നോട് അവനൊരു പഴയ പകയുണ്ടല്ലോ, അതും കൂടി വെച്ച് അവൻ രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നത്. അതറിയാം സാർ, പക്ഷെ ഇതങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവില്ലല്ലോ. സാർ അനന്തം പിള്ളയെ പൂട്ടിയില്ലെങ്കിൽ അധികാരം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. വരുന്നിടത്ത് വെച്ച് കാണാവുണ്ടി തന്നെ. ഈ നിസ്സാര മനോഭാവം പറ്റില്ല സാറേ. നമുക്കൊരു ശൈലിയില്ലേ, അത് വിട്ട് ഒരു ഏർപ്പാടിനും ഞാനില്ല. അധികാരമില്ലെങ്കിൽ വേണ്ട, ജനദ്രോഹമല്ല ജനസേവനം എന്റെ ലക്ഷ്യം. അമ്മേ, നമുക്ക് ഒരിടം വരെ പോണം. അമ്മ കൂടി ഞങ്ങളുടെ കൂടെ വരണം. എങ്ങോട്ടാ മോളെ? തൽക്കാലം ജഗനങ്ങളുടെ അടുത്തേക്ക്. ജഗനങ്ങളുടെ അടുത്തോ? അതെന്തിനാ? അമ്മ വാ, എല്ലാം പോകുന്ന വഴിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാര്യം പറയും മക്കളെ. എവിടെയാ പോകുന്നേ, എന്തിനാ പോകുന്നേന്ന് എനിക്കും അറിയണ്ടേ. ഞങ്ങൾ അമ്മയുടെ മക്കളല്ലേ, ഞങ്ങൾ അമ്മയെ കുഴപ്പത്തിൽ കൊണ്ടുവന്ന് ചാടിക്കോ? എന്നാലും എന്തിനാന്ന് ഞാനും കൂടി ഒന്ന് അറിയണ്ടേ. അമ്മേ, വർമ്മ സാറും അമ്മയും തമ്മിലുള്ള അകൽച്ച മാറണം. അതിനാദ്യം തിരുത്തേണ്ടത് വർമ്മ സാറിന്റെ തെറ്റിദ്ധാരണകളാണ്.
അതിന് നിങ്ങളെന്താ ചെയ്യാൻ പോകുന്നത്? ഈ തെറ്റിദ്ധാരണകൾ നീങ്ങണമെങ്കിൽ ജഗനങ്ങളുടെ സഹായം കൂടി വേണമല്ലോ. അതിന് ഞാൻ ഋതുവും കൂടി ചില പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അമ്മ കൂടെ വന്നാ മതി. അമ്മ, എല്ലാം ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്തോളാം. അമ്മ ഒന്ന് കൂടെ നിന്നാ മാത്രം മതി. പ്രതാപേട്ടന്റെ തെറ്റിദ്ധാരണകളൊന്നും മാറാൻ പോകുന്നില്ല. മാറും അമ്മേ, ഇല്ലെങ്കിൽ മാറ്റണം. അതിനല്ലേ ഞങ്ങൾ ഈ പ്ലാനൊക്കെ തയ്യാറാക്കുന്നത്. ദേ, എല്ലാ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും മാറി വർമ്മ സാറും അമ്മയും ഒരുമിച്ച് ജീവിക്കണം. അത് ഞങ്ങൾക്ക് കാണണം. മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും മാറുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അഥവാ അത് മാറിയാലും ഞാൻ ഇനി പ്രതാപേട്ടനോടൊപ്പം ജീവിക്കാനില്ല. കൗരവ സദസ്സിൽ മാത്രമേ ദ്രൗപദിയെ നാണം കെടുത്തിയിട്ടുള്ളൂ. എന്നെ നാടൻപാട് നാണം കെടുത്തിയ മനുഷ്യനാ പ്രതാപേട്ടൻ. അമ്മ, അതൊന്നും മനഃപൂർവ്വം അല്ലല്ലോ. അംബികയുടെ ചതയിൽ വീണുപോയതുകൊണ്ടല്ലേ. എന്റെ അമ്മ എന്റെ അച്ഛനെ ചതച്ചിട്ടില്ല എന്നുള്ള സത്യം അച്ഛൻ തിരിച്ചറിയണം. അമ്മയെ തെറ്റിദ്ധരിച്ചതിന് അച്ഛന് കുറ്റബോധം ഉണ്ടാവണം. അതിലൊക്കെ ഉപരി ഒരു തെറ്റും ചെയ്യാത്ത അമ്മ നിരപരാധിയാണെന്നുള്ള സത്യം വർമ്മ സാറും മറ്റുള്ളവരും മനസ്സിലാക്കണം. പിന്നെ അംബിക അമ്മയോടുള്ള കണക്ക് അത് ഞങ്ങൾ രണ്ടുപേരും തീർത്തോളാം. അമ്മേ, എല്ലാം ഒന്ന് കലങ്ങി തെളിയണ്ടേ അമ്മേ? ശരി, ഞാൻ വരാം. അഗ്നിശുദ്ധി വരുത്തി തിരികെ വരാനുള്ള അവസരമാ ദൈവം തരുന്നത്. അത് പാഴാക്കുന്നില്ല.